തിങ്ങാൻ സിമാജിയാവോയും കെട്ടിപ്പിടിച്ചിരുന്ന കുറേ സമയം ഉറക്കെ കരയുന്നുണ്ട്. അതിനുശേഷം അവനെ ഒന്ന് കിസ് ചെയ്തിട്ട് അവൾ നിലത്തേക്ക് കിടത്തിയിട്ട് എഴുന്നേൽക്കുന്നു. അവൻ മരിച്ചുവെന്ന് ഷീ അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് എന്തോ മാജിക്ക് പ്രയോഗിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഷീ അവളെ അടുത്തേക്ക് വിളിക്കുന്നു. തൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൾ തൻ്റെ കൂടെ ഉള്ളത് അയാൾക്കൊരാശ്വാസം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തിങ്ങാൻ ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സിമാജിയാവോ മരിക്കില്ല, അവനെ കൊല്ലാൻ ആർക്കും പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായി മരിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്നത് പോലെയും പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും നടക്കാൻ പോകുന്നില്ല. അവൻ ഉറപ്പായും മരിക്കും എന്ന് തന്നെ ഷീ ഉറപ്പിച്ച് പറയുന്നു. കുറേ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും അവസാനം സിമാജിയാവോയുടെ പതനം കാണാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തോടെയാണ് അയാൾ മരിച്ചത്. അതിനുശേഷം അയാളുടെ ശരീരവും അപ്രത്യക്ഷമാവുന്നുണ്ട്. തിങ്ങാൻ നിന്നിടത്ത് തന്നെ മയങ്ങി വീഴുന്നു. പക്ഷെ ആ സമയത്ത് അവളുടെ ശരീരം പെട്ടെന്ന് തനിയെ ഉയർന്നു പൊങ്ങി ആ വൈറ്റ് ബോൺ അബിയസിലെ നദിയിലേക്ക് വീഴുന്നുണ്ട്. അവളെ അന്വേഷിച്ചെത്തിയ ഫെങ്ഷി അത് കണ്ടുകൊണ്ട് അവൾക്ക് പിന്നാലെ ചാടുന്നുണ്ടെങ്കിലും അവന് അവളെ പിടികിട്ടുന്നില്ല. മാത്രമല്ല അവിടെ ഒരു ബാരിയർ ഉണ്ടായിരുന്നതിനാൽ അതിനപ്പുറത്തേക്ക് അവന് പോകാൻ പറ്റുന്നില്ല. അവൻ തിരിച്ച് മുകളിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നു. തിങ്ങാനാണെങ്കിൽ നദിക്കുള്ളിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സിമാജിയാവോയുടെ ബ്ലഡ് കൊണ്ട് ആ പൂൾ നിറഞ്ഞിരിക്കുന്നു, ഇനി ബലി കൊടുക്കാനുള്ള സമയമായി എന്നൊക്കെയുള്ള ബഹളം അവൻ കേൾക്കുന്നത്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. സിമാജിയാവോ മരിച്ചു എന്ന് കരുതി മിംഗ്ലിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ആ നദിയിലേക്ക് വീണ തിങ്ങാൻ പിന്നെ ഉണർന്നത് അവളുടെ സോൾ മാനറിനുള്ളിലാണ്. അവിടെ അവൾക്ക് മറ്റൊരു തിങ്ങാനെ കാണാൻ സാധിക്കുന്നു. അവളുടെ ഓർമ്മകൾ നശിക്കുന്നതിന് മുമ്പ് ഉള്ള തിങ്ങാനായിരുന്നു അത്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നുവെന്ന് ആ തിങ്ങാൻ ഇവളോട് പറയുന്നു. തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകളാണ് അത് എന്ന് മനസ്സിലായതോടെ തിങ്ങാന് ആ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ വീണ്ടും കിട്ടുന്നുണ്ട്. സിമാജിയാവുമായി അവൾ ഇപ്പോഴും പ്രണയത്തിലായെങ്കിലും ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൻ തനിക്ക് ആരായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ തൻ്റെ കൈകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ വിഷമിക്കാൻ തുടങ്ങുന്നു. അവൾ പറഞ്ഞപ്പോഴാണ് സിമാജിയാവോയ്ക്ക് സംഭവിച്ചത് മറ്റ് തിങ്ങാൻ അറിയുന്നത്. അവൾ ഇവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പരസ്പരം ദേഷ്യപ്പെട്ടിരുന്നിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ ഇവിടെ നിന്ന് പുറത്തു പോവുകയാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിങ്ങാൻ ചോദിക്കുന്നു. നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞാനിവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറേ ശ്രമിച്ചു നോക്കിയതായിരുന്നു, പക്ഷേ സാധിച്ചില്ല. നമ്മൾ രണ്ടുപേരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോൾ അതിന് സാധിച്ചേക്കുമെന്ന് മറ്റേ തിങ്ങാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അതിന് ട്രൈ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സിമാജിയാവോയുടെ ബ്ലഡ് കൊണ്ട് ആ പൂൾ നിറഞ്ഞിരിക്കുകയാണ്. മിംഗ്ലി തിരികെ എത്തി പഴയ ഡീമൻ ലോർഡിനോട് താൻ സിമാജിയാവോയെ കൊന്നുവെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പക്ഷേ നേരത്തെ തിങ്ങാൻ താഴേക്ക് വീണപ്പോൾ പിന്നാലെ പോയ ഫെങ്ഷിക്ക് അകത്തേക്ക് പോകാൻ കഴിയാതെ അവിടെ ഒരു ബാരിയർ ഉണ്ടായിരുന്നല്ലോ. ആ ബാരിയറിന് കാരണം സിമാജിയാവോ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവൻ മരിച്ചിട്ടില്ല എന്ന് ഡീമൻ ലോർഡ് പറയുന്നു. അതോടെ പുതിയ ഡീമൻ ലോർഡ് മിംഗ്ലിയെ പരിഹസിക്കുന്നുണ്ട്. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇവിടുത്തെ മുഴുവൻ ആർമിയെയും ഒരുമിച്ച് കൂട്ടി ശത്രുവിനെ അപ്പോൾ തന്നെ കൊന്നൊടുക്കിയേനെ എന്ന് പറഞ്ഞാണ് അയാൾ മിംഗ്ലിയെ കളിയാക്കിയത്. പക്ഷേ അയാളിങ്ങനെ ഓരോന്ന് പറയുന്നത് സമയം വെറുതെ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയും സമയം വേസ്റ്റാക്കാതെ എത്രയും പെട്ടെന്ന് ആ ബലികർമ്മം തുടങ്ങാൻ മിംഗ്ലി ഫെങ്ഷിക്ക് ഓർഡർ നൽകുന്നു. അങ്ങനെ ഫെങ്ഷി ഇപ്പോഴത്തെ ഡീമൻ ലോർഡിനെ ബലി കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. അയാളുടെ ഡീമണിക് കോർ പുറത്തെടുത്ത് അയാളെ കൊന്നു കഴിയുമ്പോൾ പഴയ ഡീമൻ ലോർഡിന് ആ ശരീരം സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണ് ആ ഡീമൻ ലോർഡ് തിരിച്ചു വരാൻ പോകുന്നത്. ഫെങ്ഷി ആ ഡീമണിക് കോർ പുറത്തേക്കെടുത്ത സമയത്താണ് തിങ്ങാൻ അവിടെ എത്തിയത്. അവൾ ആ ബോൺപൂളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. തിങ്ങാന് മനുഷ്യരൂപം നൽകിയത് ഈ ഡീമൻ ലോർഡാണല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ അവൾക്ക് പറ്റുന്നില്ല. മാത്രമല്ല സിമാജിയാവോയെ അങ്ങനെ ദ്രോഹിച്ചതിൻ്റെ ദേഷ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ഡീമൻ ലോർഡിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. മിംഗ്ലി തിങ്ങാനെ നേരിടുന്നുണ്ടെങ്കിലും തിങ്ങാൻ ശക്തമായി തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. പുതിയ ഡീമൻ ലോർഡിന് അവൾ തൻ്റെ സഹായത്തിന് വന്നത് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് ഇങ്ങനൊരു രൂപം നൽകിയത് വെറുതെ ആയില്ല എന്ന് ഈ അവസാന നിമിഷത്തിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നു. അവസാന നിമിഷത്തിൽ അയാളുടെ പ്രതീക്ഷ പോലെയാണ് അവളിപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത്. തനിക്ക് പകരമായി പഴയ ഡീമൻ ലോർഡിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അയാൾ തിങ്ങാനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് സ്വന്തം ശരീരം നശിപ്പിച്ചു കളയുന്നുണ്ട്. ആർക്കും അയാളെ തടയാൻ സാധിക്കുന്നില്ല. അയാളുടെ ഡീമണിക് കോർ ഈ സമയത്ത് തിങ്ങാൻ്റെ ശരീരത്തിലേക്ക് ചെന്ന് കയറുന്നു. അതോടെ അവൾക്ക് മൊത്തത്തിലൊരു മാറ്റം സംഭവിക്കുന്നു. എന്തായാലും ഈ സമയത്ത് ആ മാറ്റം അവൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അവളുടെ ശക്തി കൂടുന്നുണ്ട്. അങ്ങനെ അവൾ മിംഗ്ലിയെയും തോൽപ്പിക്കുന്നു. ആ ഡീമൻ ലോർഡിൻ്റെ സോളിനെയും ശക്തമായി പ്രഹരിക്കുന്നു. അങ്ങനെ അയാൾക്ക് അവിടെ വിട്ട് പോവേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ തിങ്ങാൻ്റെ ഡ്രസ്സിങ്ങുമൊക്കെ തനിയെ ഒരു മാജിക് പോലെ മൊത്തത്തിൽ ചേഞ്ച് ആവുന്നു. അവളിപ്പോൾ അവിടുത്തെ പുതിയ ഡീമൻ ലോർഡായി മാറിയിരിക്കുകയാണ്. തനിക്ക് എന്താണ് ഈ സംഭവിച്ചതെന്ന് അവൾക്കാദ്യം മനസ്സിലാവുന്നില്ല. അവിടെ കണ്ടുനിന്ന ഡീമൻസൊക്കെ പറഞ്ഞപ്പോഴാണ് താൻ അവരുടെ പുതിയ റൂളറായി മാറിയിരിക്കുന്നുവെന്ന് അവൾ അറിയുന്നത്. ഡീമൻ കിങ്ങിൻ്റെ കോർ അവളുടെ ഉള്ളിൽ കയറിയതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. സിമാജിയാവോയുടെ ശരീരം നേരത്തെ തിങ്ങാൻ തൻ്റെ മാജിക് ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റിയിരുന്നല്ലോ. അവനിപ്പോൾ നിഞ്ചുവിൻ്റെ ഒക്കെ അടുത്തുണ്ട്. പക്ഷേ അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഈ ഒരവസ്ഥയിൽ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന്
അവനെ പരിശോധിച്ച ശേഷം ഡോക്ടർ ബായ്സെ അറിയിക്കുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്താൻ മറ്റു വഴിയൊന്നുമില്ലാത്തതിനാൽ ബിയാൻ ഒരു സൊല്യൂഷൻ പറയുന്നു. അവളും സിമാജിയാവോയുടെ അതേ ബ്ലഡ് ലൈനിൽപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് വലിയതായി പ്രയോജനപ്പെട്ടില്ലെങ്കിലും തൻ്റെ ബ്ലഡ് അവന് എനർജി കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവൻ്റെ ഈ കണ്ടീഷൻ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്ന് ബിയാൻ സജസ്റ്റ് ചെയ്യുന്നു. അവളുടെ ആരോഗ്യം മോശമാവാൻ സാധ്യതയുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എല്ലാവരും തയ്യാറാവുന്നുണ്ട്. അതിനുവേണ്ടി സിമാജിയാവോ മുമ്പ് അവൾക്ക് നൽകിയിരുന്ന ആ പ്രൊട്ടക്ഷൻ നിഞ്ചുവിനെ എടുത്ത് മാറ്റേണ്ടി വരുന്നുണ്ട്. ബിയാൻ്റെ കണ്ടീഷൻ മോശമാവാൻ സാധ്യതയുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ഇത് തൻ്റെ കടമയാണ് എന്ന് പറഞ്ഞ് അവൾ തൻ്റെ ബ്ലഡ് സിമാജിയാവോയ്ക്ക് നൽകുന്നു. ബായ്സെ അതിനവളെ സഹായിക്കുന്നുണ്ട്. കുറച്ച് സമയം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അവൾ നല്ല ടയേർഡാവുന്നു. അതോടെ അവർ അത് മതിയാക്കുന്നു. പക്ഷേ അത്രയും നേരം കൊണ്ട് തന്നെ സിമാജിയാവോയുടെ കണ്ടീഷൻ കുറച്ച് സ്റ്റേബിളായിട്ടുണ്ട്. ചിലപ്പോൾ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ബായ്സെ പറയുന്നു. ബിയാൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി എങ്ങനെയെങ്കിലും സിമാജിയാവോയുടെ ജീവൻ രക്ഷപ്പെടണേ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് പഴയ ഡീമൻ ലോഡിൻ്റെ സോൾ അതുവഴി പാസ് ചെയ്ത് പോയത്. ദൂരെ നിന്ന് തന്നെ സിമാജിയാവോയുടെ അതേ ബ്ലഡ് ലൈനിൽപ്പെട്ട ആരുടെയോ ബ്ലഡിൻ്റെ സ്മെൽ കിട്ടി അയാൾ ആ വഴിക്ക് വരുന്നുണ്ട്. അങ്ങനെ ബിയാനെ കാണുകയും അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. തിങ്ങാൻ ഈ സമയം ആകെ പെട്ട് നിൽക്കുകയായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ അവൾ അവിടുത്തെ റൂളറായി മാറിയത്. അവൾക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അവിടെ നിന്ന് പോകാമെന്ന് വെച്ചാൽ അവിടുത്തെ ഡീമൻസ് എല്ലാം കൂടി പോവരുത്, അവിടുന്ന് ഞങ്ങളുടെ പുതിയ റൂളറാണ്, ഈ ഭരണം ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ പുറകെ കൂടിയിരിക്കുകയാണ്. കുറച്ച് പേരാണെങ്കിൽ അവളിങ്ങനെ പെട്ടെന്ന് റൂളറായത് ഇഷ്ടപ്പെടാതെ അവളെ അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുകയുമാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സിമാജിയാവോയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റി പറയുന്നു. മുമ്പ് സിമാജിയാവോയുടെ ലവറാണ് അവൾ എന്നതിനെപ്പറ്റി അവരും കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ റൂളറായി അംഗീകരിക്കണമെങ്കിൽ ഇപ്പോൾ സിമാജിയാവോയ്ക്ക് വല്ലാതെ പരിക്ക് പറ്റിയിരിക്കുന്ന ഈ അവസ്ഥയിൽ അവനെ കൊല്ലണമെന്ന് അയാൾ ഡിമാൻഡ് വയ്ക്കുന്നു. ഇവരിങ്ങനെ തമ്മിൽ പറയുന്നത് കേട്ടപ്പോൾ ഈ സമയത്ത് ഇവരാരെങ്കിലും സിമാജിയാവോയെ അറ്റാക്ക് ചെയ്താൽ ഉറപ്പായും അവൻ്റെ അവസ്ഥ കൂടുതൽ മോശമാവും എന്ന് തിങ്ങാൻ ഫീൽ ചെയ്യുന്നതിനാൽ അവരെ അങ്ങോട്ടേക്ക് അയക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തനിച്ച് സിമാജിയാവോയുടെ അടുത്തേക്ക് പോയി അവനെ കൊന്നോളാം. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ചെന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരികെ വന്നോളാമെന്ന് അവരോട് പറയുന്നു. തൽക്കാലം എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ തിങ്ങാൻ തനിച്ച് പുറപ്പെടുന്നു. അവൾ ചെല്ലുന്ന സമയത്ത് സിമാജിയാവോ ബോധമില്ലാതെ കിടക്കുകയാണല്ലോ. നിഞ്ചുവും റൂളിങ്ങും ബായ്സയുമൊക്കെ അവിടെ അടുത്ത് നിൽപ്പുണ്ട്. എല്ലാം കൂടി കണ്ടപ്പോൾ അവൻ മരിച്ചു എന്നാണ് തിങ്ങാൻ കരുതിയത്. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ മരിച്ചിട്ടില്ല. ഇപ്പോൾ അവൾക്ക് മാത്രമേ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് റൂളിങ് അവളെ അറിയിക്കുന്നു. അങ്ങനെ തിങ്ങാൻ അവൻ്റെ സോൾ മാനറിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അവിടെ അബോധാവസ്ഥയിലുള്ള സിമാജിയാവോയെ അവൾ കാണുന്നുണ്ട്. പക്ഷെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവൻ താഴേക്ക് വീണു പോകുന്നു. അവന് പിന്നാലെ അവളും പായുന്നുണ്ട്. അത് പക്ഷേ അവസാനമില്ലാത്ത ഒരു താഴ്ച പോലെയായിരുന്നു. അങ്ങനെ കുറേ ദൂരം അവൾ താഴേക്ക് പോകുന്നുണ്ട്. അവൾ അവൻ്റെ സോൾമാനറിനുള്ളിൽ കയറി മണിക്കൂറുകളായിട്ടും ഒന്നും സംഭവിക്കാതെയും അല്ലെങ്കിൽ പുറത്തേക്ക് വരാതെയും ഒക്കെ ഇരിക്കുന്നത് കാരണം പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന നിഞ്ചുവൊക്കെ അസ്വസ്ഥരാകുന്നുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ സിമാജിയാവോയുടെ സോൾമാനറിനുള്ളിലെ സ്വപ്നത്തിലേക്ക് അവൾ വീണ് കാണും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പുറത്ത് കടന്നില്ലെങ്കിൽ അവളുടെ സോളും അവിടെ വെച്ച് അപ്രത്യക്ഷമാകും എന്ന് ബായ്സെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ പോയി വിളിച്ചുണർത്തിയാലോ എന്ന് നിഞ്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പുറത്ത് നിന്ന് ആരെങ്കിലും ഉണർത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ സിമാജിയാവോയുടെ സോൾമാനറിൻ്റെ വാതിൽ അടയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും എന്നേക്കുമായി അതിനുള്ളിൽ ട്രാപ്പിലാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബായ്സെ അറിയിക്കുന്നു. തിങ്ങാൻ തനിയെ പുറത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക മാത്രമേ അവർക്കിപ്പോൾ വഴിയുള്ളൂ. കുറേ താഴേക്ക് പോയ തിങ്ങാൻ അവസാനം ഒരിടത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. അവിടെ കൈക്കുഞ്ഞായിരുന്ന സിമാജിയാവോ കിടപ്പുണ്ടായിരുന്നു. അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ചിലപ്പോൾ അവൻ്റെ വിധി മാറ്റാൻ കഴിഞ്ഞേക്കും, അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കും എന്നൊക്കെ ചിന്തിച്ച് തിങ്ങാൻ അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവൻ്റെ അമ്മ അവിടെ എത്തി അവളെ തടയുന്നു. പെട്ടെന്ന് അവനെ കയ്യിലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയാൽ പിന്നെ ഒരിക്കലും അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കുമെന്ന് അമ്മ പറയുന്നു. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് തിങ്ങാൻ അവരോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ സ്പിരിറ്റ് ഫയർ ഇപ്പോൾ അണയാറായിരിക്കുന്നു. അതിനെ ശക്തിയാക്കി എടുക്കുക മാത്രമാണ് അവനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി. അതിനുവേണ്ടി അവനെ എങ്ങനെയെങ്കിലും തണ്ടർ വാലിയിൽ എത്തിക്കാൻ അമ്മ അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ തിങ്ങാൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ നശിക്കാൻ തുടങ്ങുന്നുണ്ട്. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നു. അതോടെ അവൾ അവൻ്റെ സോൾ മാനറിൽ നിന്നും പുറത്ത് വരുന്നുണ്ട്. അവൾ പുറത്ത് വന്നുവെന്നറിഞ്ഞ് നിഞ്ചുവും ബാക്കിയുള്ളവരും അകത്തേക്ക് ചെല്ലുന്നു. അവൾ സിമാജിയാവോയെ അവിടെ നിന്ന് തണ്ടർ വാലിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ട്രിബുലേഷനോ മറ്റോ അടുക്കുകയാണെങ്കിൽ മാത്രമല്ലേ അവിടെ തണ്ടർ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തണ്ടർ വരുത്തുന്നതിന് വേണ്ടി അവൾ അവിടെ നിന്ന് ദൈവത്തെ കുറേ കുറ്റം പറയാൻ തുടങ്ങുന്നു. ഇത് കുറച്ച് സമയം തുടരുന്നു. അങ്ങനെ അവൾക്കുള്ള പണിഷ്മെൻ്റായി അവിടെ മിന്നലുണ്ടാവാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ 1-2 മിന്നൽ കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവൾ വീണ്ടും ദൈവത്തെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കുറേ സമയം തുടരുന്നു. കുറേ മിന്നൽ ഏറ്റു കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ടീഷൻ മോശമാവുന്നുണ്ട്. പക്ഷേ സിമാജിയാവോയുടെ അവസ്ഥ ഇതുവരെ ബെറ്റർ ആയിട്ടില്ല. അതുകൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ തിങ്ങാൻ വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ സിമാജിയാവോയുടെ നെറ്റിയിൽ സ്പിരിറ്റ് ഫയറിൻ്റെ അടയാളം തെളിയുന്ന അവൾ കാണുന്നു. അതോടെ ഈ വഴി പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ കൂടുതൽ ട്രൈ ചെയ്യുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുന്നുണ്ട്. എന്നാലും ഒരു വിധത്തിൽ ഇഴഞ്ഞു നീങ്ങിയും അവൾ സിമാജിയാവോയുടെ അടുത്തെത്തി അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ കണ്ടീഷൻ കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം വൈകാതെ തിങ്ങാൻ്റെ ബോധം പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും സിമാജിയാവോ ഉണരുന്നു. അവൻ വേഗം ആ മിന്നലിനെതിരായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആ തിങ്ങാനെ നോക്കി അവൾ ശരിക്കും ഒരു കാര്യം അച്ചീവ് ചെയ്തിരിക്കുന്നുവെന്ന് അവൻ അഭിമാനത്തോടെ പറയുന്നുണ്ട്. കുറച്ച് സമയം മിന്നലുമായി ഫൈറ്റ് ചെയ്ത് അതെല്ലാം ശാന്തമാക്കിയ ശേഷം അവൻ തിരികെ തിങ്ങാൻ്റെ അടുത്തെത്തുന്നു. അപ്പോഴേക്കും അവൾ ഉണരുന്നുണ്ട്. അവനെ വീണ്ടും ജീവനോടെ കണ്ട് അവൾക്ക് സന്തോഷമാവുന്നു. നിനക്ക് മാത്രമല്ല, എനിക്ക് മിന്നലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അവൻ അവളുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുന്നു. ഇത് ശരിക്കും അവളുടെ മാത്രം നേട്ടമാണല്ലോ. കൂടുതലൊന്നും പറയാതെ അവൻ അവളെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി അവൻ്റെ സോൾമാനറിനുള്ളിലേക്ക് കയറുന്നു. കുറേ കാലത്തിന് ശേഷം അവളെ എല്ലാ ഓർമ്മകളോടെയും തിരികെ കിട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ സിമാജിയാവോ അവളെ കുറേ കിസ് ചെയ്യുന്നുണ്ട്. നേരത്തെ അവൻ്റെ സോൾമാനറിനുള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളെ പറ്റിയൊക്കെ തിങ്ങാൻ വിഷമത്തോടെ അവനോട് പറയുന്നു. ഇപ്പോൾ അവൻ്റെ കണ്ടീഷൻ ഓക്കെ ആയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഗ്രീൻ റെയിൻ വാലിയിലേക്ക് പോയത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി. ഇതേപോലെ ഒരു ഡീമൻസിൻ്റെ ലോകത്ത് എങ്ങനെയാണ് അതേപോലെ ഒരു സ്ഥലം ഉണ്ടാവുന്നത്? ഞാൻ എന്തൊരു മണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നു. അവൻ പറ്റാവുന്നതുപോലെയൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇമ്മോർട്ടൽസിൻ്റെയും ഡീമൻസിൻ്റെയും സാമ്രാജ്യങ്ങൾ ഒരുമിച്ചാക്കി രണ്ടിടവും ഒരേപോലെ ഭരിക്കാനുള്ള ആഗ്രഹത്തെപ്പറ്റിയും അവൻ അവളോട് പറയുന്നു. ഇപ്പോൾ അവളാണല്ലോ ഇവിടുത്തെ റൂളർ, അതുകൊണ്ട് തന്നെ അവളുടെ സമ്മതവും അതിന് ആവശ്യമാണല്ലോ. എൻ്റെ സമ്മതം വാങ്ങുന്നില്ല എന്ന് അവൾ തമാശയായിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പേരിന് മാത്രമാണ് ഒരു റൂളറായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിയൽ പവർ ഒന്നുമില്ല. ഡീമൺ കിങ്ങിൻ്റെ കോർ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമാണ് അവരെന്നെ റൂളറായി അംഗീകരിക്കുന്നത് എന്നൊക്കെ അവൾ പറയുന്നു. അവളെ ശരിക്കും അവർ റൂളറായി അംഗീകരിക്കാനുള്ള വഴി താൻ ഉണ്ടാക്കി കൊടുക്കാം, അതോർത്ത് വിഷമിക്കേണ്ട എന്ന് സിമാജിയാവോ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുദ്ധമൊന്നുമില്ലാതെ സമാധാനത്തോടെ ഇമ്മോർട്ടൽസും ഡീമൻസുമൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന നല്ലൊരു കാലം വന്നിരുന്നെങ്കിലെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ അവളെ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി ആ ഇമ്മോർട്ടൽസിൻ്റെയും ഡീമൻസിൻ്റെയും ബാരിയർ ഉള്ള അതിർത്തിയിലേക്ക് വരുന്നു. അവരവിടെ എത്തിയതോടെ ആ ബാരിയർ അപ്രത്യക്ഷമാവുന്നുണ്ട്. ഒരു സൈഡിൽ കുറേ ഡീമൻസ് നിൽപ്പുണ്ട്, മറു സൈഡിൽ കുറേ ഇമ്മോർട്ടൽസ് നിൽപ്പുണ്ട്. ആ ഇമ്മോർട്ടൽസിനോടൊപ്പം മാസ്റ്റർ യുവാനൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്നത് കണ്ടപ്പോൾ ആ ഡീമൻസിന് അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ അവളെ കുറ്റപ്പെടുത്തിയ ആൾ ബാക്കിയുള്ളവരോടായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ അവർ ലവേഴ്സാണെന്ന്, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന മട്ടിൽ അവളെ കുറ്റപ്പെടുത്തി പറയുകയാണ്. തിങ്ങാൻ അത് കേൾക്കുന്നുണ്ടെങ്കിലും അത്ര കാര്യമാക്കാതെ തങ്ങൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയതിനെ പറ്റി അവരോട് പറയുന്നു. അതായത് അവിടുത്തെ ആ ബാരിയർ ഇനി ഉണ്ടായിരിക്കുകയില്ല. രണ്ട് ലോകങ്ങളും ഇനി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ആരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. യുദ്ധമൊന്നുമില്ലാതെ തന്നെ ഡീമൻസിൻ്റെ കൾട്ടിവേഷൻ കൂട്ടാൻ സഹായിക്കുന്ന രീതിയിൽ സിമാജിയാവോ അവർക്ക് കൂടി സ്പിരിറ്റ് വെയിൻ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നൽകും. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആളുകളെ കൊന്ന് അവരുടെ കോർ എടുക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. അല്ലാതെ തന്നെ അവർക്ക് അവരുടെ കൾട്ടിവേഷൻ കൂട്ടാം. കുറച്ച് ഡീമൻസ് ഇത് കേട്ട് നല്ലതായി സന്തോഷിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നേരത്തെ പോലെ അത്ര സന്തോഷമൊന്നുമില്ല. എന്നാലും അവളുടെ കണ്ടീഷൻ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇമ്മോർട്ടൽസിന് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ലായിരുന്നു. അവർക്ക് സിമാജിയാവോ എന്ത് പറഞ്ഞാലും അതേപോലെ അനുസരിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഇരു കൂട്ടരും ഈ കണ്ടീഷൻ അംഗീകരിക്കുന്നു.